ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. എല്ലാ PSC എക്സാമുകളിലും ഒരു മിനിമം 2 മാർക്സെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സാമിന് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു പോർഷനാണ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇന്ത്യയിലെ അപ്പോയിന്റ്മെന്റ്സ് പറയുമ്പോൾ പ്രധാനമന്ത്രിയെ പറ്റി തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം ആർക്കുമില്ല. അടുത്തത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഒരു 4 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. 15ാമത്തെ രാഷ്ട്രപതിയാണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ദ്രൗപദി മുർമു 15ാമത്തെ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ദ്രൗപദി മുർമുവിന്റെ നേറ്റീവ് സ്റ്റേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒഡീഷയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ തേർഡ് പോയിന്റ്, ഈ പറയുന്ന ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പൊസിഷനാണ് അലങ്കരിച്ചതെന്ന്. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഈ 4 പോയിന്റ്സ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പോയിന്റ്, എത്രാമത്തെ രാഷ്ട്രപതിയാണെന്നുള്ളത് 15ാമത്തെ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. നേറ്റീവ് പ്ലേസ് ഒഡീഷയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ദ്രൗപദി മുർമു ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ്. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉപരാഷ്ട്രപതിയെ പറ്റിയാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. ജഗദീപ് ധൻഖർ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അടുത്ത പോയിന്റ്, നിതി ആയോഗ് ചെയർമാൻ. അത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നിതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയാണ് നിലവിൽ നിതി ആയോഗിന്റെ ചെയർമാൻ. നിതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. പഠിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു കോഡ് യൂസ് ചെയ്യാം. നിതി ആയോഗ് വൈസ് ചെയർമാൻ ഒരു സുമുഖനായ വ്യക്തിയാണെന്ന് ഓർത്താൽ മതി, സുമൻ ബേരി. അടുത്തത് നിതി ആയോഗിന്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അതുപോലെ തന്നെ ഇനി നമ്മൾ രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും വരികയാണ്. രാജ്യസഭ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. രാജ്യം, അതായത് ജഗത്, ലോകം എന്നൊക്കെ വിചാരിച്ച് ഒരു കോഡങ്ങ് നമ്മൾ തന്നെ വിചാരിച്ചോളാം. രാജ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജഗത്തിനെ ആലോചിച്ചു, ലോകത്തിനെ ആലോചിച്ചു. അപ്പം രാജ്യസഭ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. ഈ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. ആരാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ? ഹരിവംശ് നാരായൺ സിംഗ്. ഓക്കെ. അടുത്തത് രാജ്യസഭ സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദി. പ്രമോദ് ചന്ദ്ര മോദി ഓർത്തിരിക്കാൻ നമുക്ക് ജസ്റ്റ് ആണെങ്കിൽ ഒരു കോഡ് ആലോചിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അതിനോട് സാമ്യമുള്ള ഒരു പേര് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി, പ്രമോദ് ചന്ദ്ര മോദി. അടുത്തത് രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ് മല്ലിക അർജുൻ ഖാർഗെ. അത് ഓർത്തിരിക്കാൻ നമ്മൾ മല്ലൂസ് തന്നെ ഓർത്താൽ മതി. പ്രതിപക്ഷ നേതാവാണ് താനും. അപ്പൊ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ. ആരാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്? മല്ലിക അർജുൻ ഖാർഗെ. പറഞ്ഞിരിക്കേണ്ടത് ലോക്സഭ സെക്രട്ടറിയെ പറ്റിയാണ്. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പത് കുമാർ സിൻഹ. ആരാണ് നമ്മുടെ ലോക്സഭ സെക്രട്ടറി ജനറൽ? ഉത്പത് കുമാർ സിൻഹ. അതിന് നമ്മൾ വിട്ടുപോയിരുന്നു. ലോക്സഭ സ്പീക്കർ. ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർള. ലോക്സഭ സ്പീക്കർ ഓം ബിർള. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പത് കുമാർ സിൻഹ. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ചിലപ്പോൾ പ്രസന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കാം. 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 16ാമത് ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനാഗിരിയ. അരവിന്ദ് പനാഗിരിയ 16ാമത് ധനകാര്യ കമ്മീഷനാണ്. ആ പേര് നമുക്ക് സുപരിചിതമായ ഒരു പേര് തന്നെയാണ്. നിതി ആയോഗിന്റെ ആദ്യ ഭാഗങ്ങളിൽ അരവിന്ദ് പനാഗിരി എന്ന പേര് ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നാണ് അജിത് കുമാർ ഡോവൽ. അടുത്തത് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. അടുത്തത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥ്. അത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കോഡ് ആലോചിക്കാം. TV ഒക്കെ ക്യാബിനകത്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ. അപ്പൊ ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനത്തുള്ളത് ആരാണ്? TV സോമനാഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. അടുത്തത് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. അടുത്തത് കരസേന, വ്യോമസേന, നാവികസേന മേധാവികളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ആരാണ് കരസേന മേധാവി? ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ്.
നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഓക്കെ, അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനി. അതൊരു കോഡിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം. മനുഷ്യാവകാശം ഭാരതത്തിൽ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? വിജയഭാരതി സയാനി. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് ഹീരാലാൽ സമരിയ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ കിഷോർ രഹ്താക്കർ. അതൊരു ന്യൂ അപ്പോയിന്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. 9ാമത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ്. അടുത്ത നമുക്ക് നോക്കിയിരിക്കേണ്ടത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ്, രാജീവ് കുമാർ. അടുത്തത് മുഖ്യ ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക് കനുഗോ. കോഡ് നമുക്ക് യൂസ് ചെയ്യാം. ബാലന്മാരെ എല്ലാവർക്കും പ്രിയമല്ലേ. ബാലാവകാശ കമ്മീഷൻ ആരാണ്? പ്രിയങ്ക് കനുഗോ. അത് നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. ആരാണ് അറ്റോർണി ജനറൽ? വെങ്കിട്ട രമണി. ഈ അറ്റോർണി ജനറലിന്റെ ഒപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ്. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് റിവൈസ് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ളത് നോക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, നിതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി, നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ഭേരി, നിതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യം, രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്, രാജ്യസഭ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പത് കുമാർ സിൻഹ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനാഗരിയ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അമീർ പ്രീത് സിംഗ്, നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനി, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ കിഷോർ രഹ്താക്കർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനുഗോ, അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അടുത്തായി നമുക്ക് നോക്കേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. നമ്മുടെ ഇന്ത്യയുടെ കേജ്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. ആരാണ്? സഞ്ജയ് മൂർത്തി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇത് രണ്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാഷ് ഒക്കെ വന്നില്ല. അപ്പൊ നമ്മൾ ഈ ക്യാഷ് കൊടുത്തിട്ട് മാല വാങ്ങി സഞ്ജയിലിട്ടു. അപ്പൊ അതാരാണ്? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. മാല വാങ്ങി സഞ്ജയിലിട്ടു, സഞ്ജയ് മൽഹോത്ര. അപ്പൊ ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിസർവ് ബാങ്ക് ഗവർണറും തമ്മിൽ തിരിഞ്ഞു പോവില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുമാണ്. അവിടെ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ് 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗറാം ആഹിർ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. അതായത് ആഗമിച്ചു, പിന്നിൽ നിന്നും ആഗമിച്ചു എന്നങ്ങ് ഓർത്തിരുന്നാൽ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. അടുത്തതായി അറിഞ്ഞിരിക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. അടുത്തത് ISRO ചെയർമാനാണ്. ISRO ചെയർമാൻ നിലവിൽ ഡോക്ടർ വി നാരായണനാണ്. ബട്ട് ഇപ്പോൾ ഉടൻ നടക്കുന്ന എക്സാമുകളിൽ ചിലപ്പോൾ ഡോക്ടർ വി നാരായണൻ ഓപ്ഷനിൽ ഉണ്ടാകണമെന്നില്ല. എസ് സോമനാഥനായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ജനുവരി 8ാം തീയതിയാണ് പുതിയ ISRO ചെയർമാനായി ഡോക്ടർ വി നാരായണൻ സ്ഥാനമേറ്റത്. അതുകൊണ്ട് തന്നെ ഉടനെ കാണുന്ന PSC എക്സാമുകളിലൊന്നും ഓപ്ഷനിൽ അത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സോമനാഥൻ നമ്മൾ അറിഞ്ഞിരിക്കുക. മേ ബി അത് ഡിലീഷൻ പോകാം, എന്നാലും
അറിഞ്ഞിരിക്കുക, വി നാരായണൻ ആൻസറിലില്ല, എസ് സോമനാഥനാണ് കിടക്കുന്നതെങ്കിൽ എസ് സോമനാഥൻ തന്നെ കൊടുത്തോളുക. വി നാരായണൻ ആൻസർ ഉണ്ടെങ്കിൽ വി നാരായണൻ. ഓക്കെ. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. അജിത് കുമാർ മൊഹന്തി. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. അടുത്തത് സെബി ചെയർമാൻ ആണ് മാധവി പുരി ബുജ്. ആരാണ് സെബി ചെയർമാൻ? മാധവി പുരി ബുജ്. അടുത്ത റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര. ആരാണ് വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്ര. LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. അടുത്ത നമ്മുടെ റോ, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഡയറക്ടർ രവി സിൻഹ. റോ ഡയറക്ടർ ആരാണ്? രവി സിൻഹ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധൻ. അത് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കോഡ് ആലോചിക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ്? UPSC എക്സാമുകളോടൊക്കെ നമുക്ക് കുറച്ച് പ്രീതി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. പ്രീതി സുധൻ. അടുത്ത യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആണ് M ജഗദീഷ് കുമാർ. അവിടെയും നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. ഫിലിംസ്റ്റാർ ജഗദീഷിനെ നമുക്കറിയാം. അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു, ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്തിനുള്ളതാണ്? അത് കോളേജ് എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചെയർമാൻ ജഗദീഷ് കുമാർ. ഈ സൈഡ് ഓർത്തിരിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നുകൂടി നമുക്കിതൊന്ന് നോക്കാം. കൺട്രോളർ ആരാണ്? K സഞ്ജയ് മൂർത്തി. 24ാമത്തെ വ്യക്തിയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ISRO ചെയർമാൻ ജനുവരി 8 മുതൽ ഡോക്ടർ ബി നാരായണനാണ്. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. സെബി ചെയർമാൻ മാധവി പുരി ബുജ്. റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര. LIC ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി. റോഡ് ഡയറക്ടർ രവി സിൻഹ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. ഓക്കെ, ഇത്രയെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ മസ്റ്റായി നോക്കിയിരിക്കണം. അടുത്ത ക്ലാസ്സുമായി വരുന്നത് വരെ see you.